ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു മാത്സ് എഡോ. ഇറ്റ്സ് മീ ഷാദിൽ വി പി. നിങ്ങളുടെ സ്വന്തം മാത്സ് എഡോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജനുവരി 15-ന് 9ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 മാത്തമാറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ നമ്പർ 11 പാർട്സ് ഓഫ് സർക്കിൾ അല്ലെങ്കിൽ വൃത്തഭാഗങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ പറഞ്ഞ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ ഈ ചാപ്റ്റർ തീർക്കും. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരുന്നോളൂ. ഇപ്പം ഈ സർക്കിളിൻ്റെ സെൻറ്ററാണത്. ഒരു സർക്കിൾ അറിയാമല്ലോ. ഒരു സർക്കിളിൻ്റെ ഏരിയ എന്താടാ? ഒരു സർക്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പൈ ആർ സ്ക്വയർ ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പെരിമീറ്റർ അല്ലാന്നുണ്ടെങ്കിൽ ചുറ്റളവ്, പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πr ആണ്. നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ ഇങ്ങനെ ഒരു ഇക്വേഷനും കൂടി പഠിച്ചിട്ടുണ്ടാകും, പൈ ഡി. കാരണം ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറഞ്ഞാൽ 2r ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. നോക്കാം. ഇനി ഒരു സർക്കിളിൽ നിന്ന് നമ്മളൊരു ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് എ സെക്ടർ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഒരു സെക്ടർ എന്നാണ് നമ്മൾ പറയുക. സോ ഇതിൽ ഞാൻ വെട്ടിയെടുത്ത ഈ ഒരു ഭാഗത്തിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? സെക്ടർ എന്ന് പറയുന്നത്. ഈ ഭാഗത്തിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. സെക്ടർ അല്ലെങ്കിൽ വൃത്താംശം ഓക്കെ ആണല്ലോ. സോ ഈ വൃത്താംശം വെട്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ടാകും. ഈ സെൻട്രൽ ആംഗിളിനെയാണ് നമ്മൾ എക്സ് എന്ന് വിളിക്കാറുള്ളത്. ഒരു സർക്കിളിന്റെ ടോട്ടൽ സെൻട്രൽ ആംഗിൾ എത്രയാണ് മക്കളെ? 360 ഡിഗ്രി അല്ലേ? ആ 360 ഡിഗ്രിയിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. സെക്ടർ നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടാവും? പിസ്സ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ പോർഷൻസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാറുണ്ട്. അതൊക്കെ സെക്ടറുകളാണെന്നുള്ളത് മനസ്സിലാക്കുക. സോ സെൻട്രൽ ആംഗിൾ എക്സ്. അതേപോലെ തന്നെ സെൻട്രൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന ഈ 2 ലൈനുകളെ വിളിക്കുന്ന പേരാണ് റേഡിയസ്. സെൻട്രൽ നിന്ന് സർക്കിളിലുള്ള ഏതൊരു പോയിന്റിലേക്ക് വരച്ചാലും ഇറ്റ് ഈസ് കോൾഡ് റേഡിയസ് അല്ലെങ്കിൽ ആരം. അപ്പോൾ നമ്മളൊരു ഭാഗം വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് സെക്ടർ അല്ലെങ്കിൽ വൃത്താംശം. ഇനി അതേപോലെ തന്നെ ബേസിക് ആയിട്ട് ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ഇവിടെ സർക്കിളിന്റെ ഒരു പെരിമീറ്റർ ഞാൻ വരയ്ക്കുകയാണ്. ഇതാണ് സർക്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ്. ഇതാണ് 2πr. അത് നമ്മൾ അതിൽ നിന്ന് ഈ സെക്ടറിന്റെ ഈ ഒരു ഭാഗത്തുള്ള സാധനം മാത്രം കണ്ടോ, ഇതിനെ വിളിക്കുന്ന പേരാണ് ആർക്ക് ലെങ്ത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കും ചാപം. ഇതിനെ വിളിക്കുന്ന പേരാണ് ആർക്ക്. അതിന്റെ ലെങ്ത് ആണ് ആർക്ക് ലെങ്ത്, അല്ലെങ്കിൽ ചാപം എന്ന് വിളിക്കും. അതിന്റെ നീളമാണ് ചാപത്തിന്റെ നീളം എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുക. ഇനി നമ്മൾ ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ പറഞ്ഞു ഒരു സർക്കിളിന്റെ ഏരിയ πr² ആണ്. അതേപോലെ തന്നെ ഒരു സർക്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് 2πr ആണ്. അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 2 ഇക്വേഷനാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആ 2 ഇക്വേഷൻ പഠിച്ചോളൂ. ഫസ്റ്റ് ഇക്വേഷൻ ആണ് ഏരിയ. 2 ഇക്വേഷൻ പഠിച്ച ഈ ചാപ്റ്റർ കഴിഞ്ഞോട്ടോ. ഏരിയ ഓഫ് സെക്ടറിന്റെ ഏരിയ അല്ലെങ്കിൽ വൃത്തഭാഗത്തിന്റെ അല്ലെങ്കിൽ വൃത്താംശത്തിന്റെ ഏരിയ എന്താ വരിക എന്നറിയോ? ഇറ്റ് ഈസ് πr square. It is called πr square into x/360. πr² into x/360 അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൂടി പറയാറുണ്ട്? x/360 into πr² എന്നും പറയാറുണ്ട്. അപ്പം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പഠിക്കുക. കാരണം ഭയങ്കര സിമ്പിൾ ആണ്. നമുക്ക് ടോട്ടൽ ഒരു സർക്കിളിന്റെ ഏരിയ, ഒരു സർക്കിൾ ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഈ സർക്കിളിന്റെ ഫുൾ ഏരിയ ആണ് ഞാൻ പറഞ്ഞ πr². പക്ഷെ πr² മൊത്തം ആവശ്യമില്ല, നമുക്കൊരു പീസ് മാത്രമല്ലേ ആവശ്യമുള്ളൂ. ഈ പീസിന്റെ സെൻട്രൽ ആംഗിൾ ആണ് എക്സ്. അഥവാ സർക്കിൾ
സർക്കിളിന്റെ ടോട്ടൽ സെൻട്രൽ ആംഗിൾ ആണ് 360. അതിൽ നമുക്ക് എത്ര മാത്രമേ ആവശ്യമുള്ളൂ? എക്സ് മാത്രമേ ആവശ്യമുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, പൈ ആർ സ്ക്വയർ തന്നെയാണ്. പക്ഷേ അതിൽ ടോട്ടൽ 360ൽ എത്ര മാത്രമേ ആവശ്യമുള്ളൂ? എക്സ് മാത്രമേ ആവശ്യമുള്ളൂ. ഇനി അതേപോലെ തന്നെ നമ്മൾ വരയ്ക്കണ സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഒരു സെക്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തുണ്ടാകും? ഒരു ആർക്ക് ലെങ്ത് ഉണ്ടാവില്ലേടാ മക്കളെ? ഈ ആർക്ക് ലെങ്ത് ഇതിന്റെ നീളം കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞുതരാം. പഠിച്ചു വെച്ചോ, മറക്കണ്ട. ഭയങ്കര സിമ്പിൾ ഇക്വേഷനാ. ആർക്ക് ലെങ്ത്തിന്റെ ഇക്വേഷനും സിമ്പിളാ. ഞാൻ പറഞ്ഞു ഒരു സർക്കിളിന്റെ പെരിമീറ്റർ എന്താടാ മക്കളെ? ഒരു സർക്കിളിന്റെ പെരിമീറ്റർ എന്താ? ഈ സർക്കിളിന്റെ പെരിമീറ്റർ എന്താ പറയാൻ പറ്റുമോ? സർക്കിളിന്റെ പെരിമീറ്റർ എന്താന്നുള്ളത്? സർക്കിളിന്റെ പെരിമീറ്ററിന്റെ ഇക്വേഷൻ ആണ്, സർക്കംഫറൻസിന്റെ ഇക്വേഷൻ ആണ് 2πr. പക്ഷേ 2πrൽ ഫുള്ളി നമുക്ക് ആവശ്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞാണ് 2πrൽ ഫുള്ളി നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. 2πrൽ നമുക്ക് എന്തേ ആവശ്യമുള്ളടാ? x/360 മാത്രമേ ആവശ്യമുള്ളൂ. 2πrൽ നമുക്ക് എന്തേ ആവശ്യമുള്ളൂ? x/360 മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, സെക്ടറിന്റെ ഏരിയ x/360 × πr സ്ക്വയർ. ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ചാപത്തിന്റെ നീളം x/360 × 2πr. ഇത് ചാപത്തിന്റെ നീളം, ഇത് വൃത്താംശത്തിന്റെ പരപ്പളവ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദെൻ നമ്മൾ നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവുകയാണ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ശ്രമിക്കുക. നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിൽ നിന്ന് ഞാൻ ഈ സർക്കിളിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണ്. ഈ സർക്കിളിൽ നിന്ന് ഞാനൊരു പോർഷൻ കട്ട് ചെയ്തെടുത്തു. ഈ പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഈ പോർഷൻ്റെ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രിയാണ്. സോ ആർക്കെങ്കിലും പറയാൻ പറ്റും ഇവിടുത്തെ ഏരിയ ഓഫ് ദ സെക്ടർ എന്താണെന്നുള്ളത്? ഈ ഒരു കട്ട് ചെയ്തെടുത്ത സെക്ടറിൻ്റെ ഏരിയ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ വൃത്തഭാഗത്തിൻ്റെ അല്ലെങ്കിൽ വൃത്താംശത്തിൻ്റെ ഏരിയ പറയാൻ പറ്റുമോ? ഭയങ്കര സിമ്പിൾ അല്ല. ഇക്വേഷൻ എന്താടാ? x/360 into πr സ്ക്വയർ അല്ലേടാ ഇക്വേഷൻ. ഇവിടെ സെൻട്രൽ ആംഗിൾ എക്സ് എത്രയാടാ? 60 അല്ലേടാ. അതേപോലെ തന്നെ റേഡിയസ് എന്താടാ? 10 അല്ലേടാ. സോ ഇക്വേഷൻ എന്താടാ വരിക? x/360 60 divided by 360 into pi into റേഡിയസിന്റെ സ്ക്വയർ അല്ലേ? റേഡിയസ് എത്രയാടാ? 10 അല്ലേടാ മക്കളെ? 10 അല്ലേ? ഇൻറ്റു 10 സ്ക്വയർ. ഭയങ്കര സിമ്പിൾ അല്ലേ? എന്താടാ വരിക ഇവിടെ? 0 വെട്ടിപ്പോയി. ഇനിയുള്ളത് 6/36. 6ഉം 36ഉം 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ട്. 6ൽ എത്ര 6 ഉണ്ടടാ മക്കളെ? 6ൽ എത്ര 6 ഉണ്ട്? ഒരു 6 അല്ലേ ഉള്ളൂ. 6ൽ എത്ര 6 ഉണ്ട്? ഒരു 6 അല്ലേ ഉള്ളൂ. 36ൽ എത്ര 6 ഉണ്ട്? 2 6 അല്ലേ? അല്ല 2 6 അല്ലേ? 6 6 അല്ലേ? സോ എന്ത് വരും? 1/6. ഇപ്പൊ 60/360 ഉണ്ട്. 1/6 ആണ് വെട്ടിക്കഴിഞ്ഞാന്നുള്ളത് പഠിച്ചു വെക്കുക. ഇൻറ്റു പൈ ഇൻറ്റു 10ന്റെ സ്ക്വയർ. 10ന്റെ സ്ക്വയർ എത്രയാടാ? 100 അല്ലേടാ. അപ്പൊ എന്ത് വന്നു? 1 × 100 × പൈ അഥവാ 1 × 100 π/6. നിങ്ങൾ ചെയ്ത് നോക്കുക. ദ ആൻസർ വിൽ ബി 50/3 എന്ന് വരും. 50/3 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുക? 8.333 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക കേട്ടോ. 8.333 അല്ല, അതിൻ്റെ ഡബിൾ വരും. 16.66 പൈ ഇങ്ങനെ വരും. അപ്പോൾ ഇത്ര ഇതിൻ്റെ ആവശ്യമില്ല, നമ്മളിവിടെ നിർത്തും. 100 π/6 വെട്ടി ചെറുതാക്കാൻ പറ്റുകയാണെങ്കിൽ വെട്ടി ചെറുതാക്കുക. സോ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇവിടെ എങ്ങനെ ചെയ്യുക? ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഓരോ മൂല കേന്ദ്രമായി മറ്റ് 2 മൂലകൾ. അതൊന്നുമില്ല, സിമ്പിളാണ്. ഇതൊരു സമഭുജ ത്രികോണമാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്താണ് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത? ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഒരു സൈഡ് 4 ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ സൈഡും എത്ര തന്നെയാണ്? 4 തന്നെയാണ്. നമുക്ക് ഈ ഒരു പച്ച ഭാഗം കണ്ടോ? ഇതിൻ്റെ ഏരിയയാണ് കാണാനുള്ളത്. ഈ പച്ച ഭാഗങ്ങളൊക്കെ എന്താ? ഞാൻ ഇതിൽ നിന്ന് ആവശ്യമുള്ള മാത്രം ഒന്ന് വരക്കട്ടെ. എടുത്ത് എന്താ ആവശ്യമുള്ള മാത്രം ഞാൻ എടുത്ത് വരക്കുകയാണ്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ നോക്കണേ. ഓക്കെ, ഇത് മാത്രം കാണുന്നുണ്ടോ? റേഡിയസ് എത്രയാണ് ക്വസ്റ്റ്യനിൽ നോക്കി പറഞ്ഞാണോ? 4. ഇവിടെ 4.
ഇതാണ് ഇവിടെ സെൻറ്റർ എന്ന് എഴുതിക്കോ. ഇവിടെ ഉള്ളതല്ലേടാ സെൻട്രൽ ആംഗിൾ. നമ്മൾ ടോട്ടലി ഇത് വരച്ചു കഴിഞ്ഞാൽ ഇതൊരു സർക്കിളാണ്. സർക്കിളിൻ്റെ ഒരു ഭാഗമാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സെക്ടർ. ഈ സെക്ടറിൻ്റെ ആർക്ക് ലെങ്ത്തിൻ്റെ നീളം കാണണം. ഇങ്ങനത്തെ എത്ര ആർക്ക് ലെങ്ത്തിൻ്റെ ഇവിടെ? 1, 2, 3 ഉണ്ട്. അപ്പോൾ 1ൻ്റെ കണ്ടിട്ട് 3 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പോൾ 1ൻ്റെ 10 ആണെങ്കിൽ 10, 10, 10, 10, 10, 10, 30 വരും. സോ ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് ഇവിടെ സെൻട്രൽ ആംഗിൾ എത്ര എന്നുള്ളത് ക്വസ്റ്റ്യനിലുണ്ടോ? എടാ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിളും 60 അല്ലേടാ. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിളും 60 ആണ്. സോ ഈ ആംഗിളും എത്ര തന്നെയാണ്? 60 ആണ്. ഞാൻ ആവശ്യമുള്ളത് മാത്രമേ എടുത്ത് വരച്ചിട്ടുള്ളൂ കേട്ടോ. എന്താണ് ആർക്ക് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ? ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ചാപത്തിൻ്റെ നീളം ഈക്വൽ ടു x/360. പഠിച്ചു വെച്ച 2 ഇക്വേഷനിലുള്ളൂ. ഇതൊക്കെ പഠിച്ചു വെക്കാൻ കഴിയില്ലാത്ത കുട്ടികൾ കൃത്യമായിട്ട് ഇതെങ്കിലും പഠിച്ചു വെക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിനെയാണ് അത് ബാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. സെൻട്രൽ ആംഗിൾ 60 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 2π ഇൻറ്റു എത്രയടാ? 4 അല്ലേ? റേഡിയസ് 4 അല്ലേ? ഇതാ സെൻറ്ററിന്ന് സർക്കിൾ മക്കളുള്ള ലൈനല്ലേടാ റേഡിയസ്. അത് 4 അല്ലേ? 4. സോ 0, 0 വെട്ടി നേരത്തെ വെട്ടിയ പോലെ തന്നെ 6ഉം 36ഉം വെട്ടിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് കാണുന്നുണ്ടോ അടിക്ക് 1/6 ഇൻറ്റു 2 ഇൻറ്റു 4 എത്രടാ? 8. പിന്നെ ഒരു പയ്യും ഉണ്ട് അല്ലേ? സോ ഇത് വരും ആൻസർ. എന്ത് വരും? 1 ഇൻറ്റു 8π. 8π/6. 8 മാറും 2ൻ്റെ ഗുണനം പട്ടികയിലല്ലേ? ഈവൻ നമ്പർ അല്ലേ? ഒന്ന് പകുതിയാക്കി കഴിഞ്ഞാൽ എന്ത് വരും? 4π ഡിവൈഡഡ് ബൈ 3 സെന്റിമീറ്റർ. ഏരിയ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് 1ൻ്റെത്. അപ്പൊ 3 ഏകദേശമൊക്കെ കിട്ടിയിട്ടുണ്ടാകും. 1ൻ്റെ ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ഈ പച്ച ആർക്കിന്റെ 1ൻ്റെതാണ് എത്ര? 4π/3 ആണോ അല്ലേ? അപ്പൊ ടോട്ടൽ പെരിമീറ്റർ എന്താടാ വരിക? ഇങ്ങനത്തെ എത്ര ഉണ്ട്? 4π/3 എത്ര ഉണ്ട്? ഒന്ന് നോക്കിക്കാണേ. ഇതൊന്ന് 4π/3, ഇവിടെ ഒരു 4π/3, ഇവിടെ ഒരു 4π/3. എത്ര ഉണ്ട്? 3 ഉണ്ട്. പടിയത്തെ 3ഉം മേലത്തെ 3ഉം കട്ട് ചെയ്ത് പോയാൽ ദ ആൻസർ ഈസ് 4π. ആ പച്ച ഭാഗല്ലേടാ ഇത് അതിൻ്റെ പെരിമീറ്റർ ആണ്. 4π എന്നുള്ളത് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ വി ആർ ഗോയിങ് ടു ദി നെക്സ്റ്റ്. മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണേ, വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നോളൂ. ഇത് ഒരു ഒക്ടഗൺ ആണ്. 8 സൈഡുള്ള അഷ്ടഭുജം എന്ന് നമ്മൾ പറയും. 1, 2, 3, 4, 5, 6, 7, 8. ഇതിൻ്റെ എല്ലാ സൈഡും 2 ആണ്. സോ എല്ലാ സൈഡും 2 ആണ്. ഇറ്റ് ഈസ് എ റെഗുലർ ഒക്ടഗൺ അല്ലെങ്കിൽ സമ അഷ്ടഭുജാണ്. ഇതിൽ നിന്ന് നമ്മൾ ഇതേപോലെയുള്ള ആർക്കുകൾ വെട്ടിയെടുക്കുകയാണ്. ഇതാണ് ആർക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ഭാഗം മാത്രം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആർക്ക്. ആണോ അല്ലേ? സോ ഇവിടെ നിന്ന് ഞാൻ 8 ആർക്കുകൾ എടുക്കുകയാണ്. ഈ ആർക്കുകൾ മാത്രം എടുത്തുകൊണ്ട് ഞാനൊരു ഷേപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഈ ഷേപ്പിൻ്റെ പെരിമീറ്റർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഭയങ്കര സിമ്പിളാണ്. ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുക. ഒരു ഒക്ടഗണിൻ്റെ ഒരു ആംഗിൾ എത്ര വരിക എന്നറിയോ? ഒരു ഒക്ടഗണിൻ്റെ ടോട്ടൽ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ അറിയില്ലേ? സം ഓഫ് ആംഗിൾസ് ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു 180. പഠിച്ചിട്ടില്ലേ? n-2 ഇൻറ്റു 180 പഠിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കണം. n-2 ഇൻറ്റു 180. അഥവാ അവിടെ എത്ര സൈഡ് ഉണ്ട്? 8 അല്ലേ? 8ന്ന് 2 കുറച്ചാൽ എത്ര? 6 ഇൻറ്റു 180. സോ ദ ആൻസർ ഈസ് 6 ഇൻറ്റു 180 എത്രയാടാ വരിക? 1080 എന്ന് വരും. ഈ 1080 ഇതിനെ എത്ര ആംഗിൾ ഉണ്ട്? 8 ആംഗിളില്ലേ? 8 ആംഗിളിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 135 ഡിഗ്രി. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ കാണാതെ പഠിക്കുക. ഒക്ടഗണിൻ്റെ ഒരു ആംഗിൾ, ഹെക്സഗൺ ആണെങ്കിൽ 120 ഡിഗ്രി ആയിരിക്കും കേട്ടോ. എല്ലാ ആംഗിളും ഈക്വൽ ആണെങ്കിൽ മാത്രം. ട്രയാംഗിൾ ആണെങ്കിൽ 60 ഡിഗ്രി. സോ അതേപോലെ തന്നെ ഹെക്സഗൺ ആണെന്നുണ്ടെങ്കിൽ 120 ഡിഗ്രി, ഒക്ടഗൺ ആണെന്നുണ്ടെങ്കിൽ 135 ഡിഗ്രി ആയിരിക്കും എല്ലാ ആംഗിളും. അപ്പോൾ ഇവിടെയുള്ള ഒരു ആംഗിൾ എത്ര ഡിഗ്രിയാടാ? ഇവിടെയുള്ള ഈ ഒരു ആംഗിളില്ലേ, ഇത് എത്ര ഡിഗ്രിയാടാ? 135 ഡിഗ്രി അല്ലേടാ മക്കളെ? സോ ശ്രദ്ധിച്ചിരുന്നു. ഇവിടെ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ, ഇതിൽ നിന്ന് ഞാൻ ഇഷ്ടമുള്ളൊരു ഭാഗം മാത്രം വരക്കട്ടെ. കാണുന്നുണ്ടോ നോക്കിയിട്ട് നിങ്ങൾ ആ ഭാഗം മാത്രം കാണുന്നുണ്ടോ? ഞാൻ ഈ ഒരു ഭാഗം മാത്രം വരച്ചു. ഒരൊറ്റ ആർക്കിൻ്റെ കാണുകയാണ്. എടാ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു സർക്കിളിൻ്റെ അല്ലെങ്കിൽ ഇതൊരു സർക്കിളിൻ്റെ ഭാഗമാണ് കേട്ടോ. ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തതാണ്. ഇത് മാത്രമാണ്. അപ്പോൾ ആർക്കിൻ്റെ ലെങ്ത്ത് കാണണമെന്നുണ്ടെങ്കിൽ എപ്പോഴും മനസ്സിലാക്കുക, റേഡിയസും കാര്യമായിട്ട് പിന്നെ വേണ്ടത് സെൻട്രൽ ആംഗിളാണ്. ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എല്ലാവർക്കും അറിയാം. ഒരു ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 135 ഡിഗ്രിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 135 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ആർക്ക് ലെങ്ത്ത് എങ്ങനെയാണ് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. സെൻട്രൽ ആംഗിൾ നമുക്കറിയാം, ക്വസ്റ്റ്യനിലുണ്ട്. സെൻട്രൽ ആംഗിൾ എത്രയെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കണം?
135 ഡിഗ്രി. അതേപോലെ തന്നെ റേഡിയസ് ക്വസ്റ്റ്യനിലില്ലേ, എടാ ഇതൊരു സൈഡ് 2 അല്ലേ, ഇതിൽ നിന്ന് നമ്മൾ ഒരു ഭാഗം മാത്രം പകുതി വരെ എടുക്കണുള്ളൂ, ഇത് ഭാഗമല്ലേ എടുക്കണുള്ളൂ. അപ്പോൾ 2ന്റെ പകുതി 1 ആയിരിക്കും റേഡിയസ്. ആലോചിക്കുക, ടോട്ടലാണ് 2, നമ്മൾ ഈ സെന്ററിൽ നിന്ന് ഇവിടം വരെയുള്ള നീളം മാത്രമേ എടുക്കണുള്ളൂ. സോ ദാറ്റ് മീൻസ് റേഡിയസ് 1 ആണ്. അപ്പം എന്താണ് ആർക്ക് ലെങ്ത് വരിക? ആർക്ക് ലെങ്ത് എന്താടാ വരിക? ആർക്ക് ലെങ്ത്തിന്റെ ഇക്വേഷൻ അറിയില്ലേ? x/360 into 2πr ഇതാണ് വരിക. സെൻട്രൽ ആംഗിൾ 135 ഡിഗ്രി അല്ലേ, ഇൻറ്റു 2πr ആണോ അല്ലേ? സോ ഇവിടുന്ന് 360യും 2ഉം വെട്ടിക്കൂടെ, 2ൽ എത്ര? 2ന്റെ പകുതി 1, 360ന്റെ പകുതി 180, രണ്ടും 2ന്റെ ഗുണനപട്ടികയിലുണ്ട്. 2ൽ എത്ര 2 ഉണ്ട്? 1, 360ൽ എത്ര 2 ഉണ്ട്? പകുതിയാക്കി 2ഉം ഓക്കെ ആണല്ലോ. സോ 2ഉം 360ഉം വെട്ടിപ്പോയി. 135ഉം 180ഉം വെട്ടിപ്പോവും. 2ലും 45 ഉണ്ട്. 1 45, 45, 2 45, 90, 3 45, 135, 4 45, 180. ഇപ്പൊ 135ൽ എത്ര 45 ഉണ്ട്? 3 എണ്ണം. 180ലോ 4 എണ്ണം. സോ എത്ര വരും? 3πr. റേഡിയസ് അറിയാമല്ലോ അല്ലേ? ഇവിടെ റേഡിയസ് ക്വസ്റ്റ്യനിലില്ലേ, റേഡിയസ് നമുക്ക് അറിയാമല്ലോ, നമ്മൾ എഴുതേണ്ട ആവശ്യമുണ്ടോ? ആറ് നിടേണ്ട ആവശ്യമുണ്ടോ? റേഡിയസ് 1 അല്ലേ, ഇൻറ്റു 1 എന്നാണ് കേട്ടോ റേഡിയസ്. അപ്പോൾ റേഡിയസ് ഇതാ 3 ഉണ്ട് ഇവിടെ, പൈ ഉണ്ട് ഇവിടെ, 1 കൊണ്ട് ഗുണിച്ചിട്ട് കാര്യമില്ല, അതവിടെ നിന്നോട്ടെ. ബൈ അടിയിൽ എന്താ ബാക്കിയുള്ളത്? 4 അല്ലേ? സോ 3π/4 ആണ്. ഇതിൽ ഒരു ആർക്കിന്റെ നീളം. നമുക്ക് ഇതേമാതിരത്തെ എത്ര ആർക്ക് ഉണ്ട്? ഇതിൽ ഒരു ആർക്കിന്റെ നീളം മാത്രമാണ് ഞാൻ കണ്ടത്, 3π/4. ഇങ്ങനത്തെ എത്ര ആർക്ക് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ 8 ആർക്കിന്റെ നീളം എന്താ ഇവിടെ വരിക? 8 ആർക്കിന്റെ നീളം എന്താ വരിക? ടോട്ടൽ പെരിമീറ്റർ എന്താ ഷേപ്പിന്റെ വരിക? 8 ഇൻറ്റു 1ന്റെ എന്താ? 3π/4. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 3π/4, 3π/4, 3π/4 അങ്ങനെ 8 എണ്ണം ഉണ്ട്. 8 കൊണ്ട് ഗുണിക്കുക, 8ഉം 4ഉം വെട്ടുക. 8ൽ എത്ര 4 ഉണ്ടടാ? 2 അല്ലേ? സോ 2 ഇൻറ്റു ബാക്കി ഇവിടെ ഒരു 3π ഉണ്ട്, 2 ഇൻറ്റു 3π, ആൻസർ ഈസ് 6π വരും കേട്ടോ. So we are going to the next question. ഈ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെ ചോദിച്ചിരിക്കുന്നത്? ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm. അപ്പോൾ സർക്കിളിന്റെ റേഡിയസ് ക്വസ്റ്റ്യനിലുണ്ട് 3 cm ആണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സെക്ടർ ഓഫ് ദ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി, അഥവാ 120 ഡിഗ്രി കേന്ദ്രകോണുള്ള വൃത്താംശത്തിന്റെ പരപ്പളവ് എത്രയാണ്? അഥവാ ഏരിയ ഓഫ് സെക്ടർ അല്ലെങ്കിൽ വൃത്താംശത്തിന്റെ പരപ്പളവ്. എങ്ങനെ ചെയ്യടാ? ഇക്വേഷൻ അറിയില്ലേ, ഞാൻ പറഞ്ഞെന്ന് പഠിപ്പിച്ചെന്നതാ. x/360 into πr square. ഇപ്പൊ എന്താടാ വരിക? എക്സ് എന്താ? സെൻട്രൽ ആംഗിൾ അറിയില്ലേ? സെൻട്രൽ ആംഗിൾ ക്വസ്റ്റ്യനിലുണ്ട് 120 ഡിഗ്രിയാണ്. 120 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് എത്രയുടെ? 3 അല്ലേ? അപ്പോൾ 3 സ്ക്വയർ ആണോ അല്ലേ? 0 0 വെട്ടിക്കളയുക. 12ൽ എത്ര 12? ഒരു 12 ഉള്ളൂ. 36ൽ എത്ര 12 ഉണ്ടെന്ന് ആലോചിച്ചു. ഒരു 12, 12, 2 12, 24, 3 12, 36. 36ൽ എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട് ആണോ അല്ലേ? സോ 120/360 ആണെങ്കിൽ 1/3 എന്ന് പഠിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ 1/3 ഇൻറ്റു പൈ ഇൻറ്റു 3 സ്ക്വയർ. നമുക്ക് 3 ഇൻറ്റു 3 എഴുതിക്കോട്ടെ. എന്തിനാന്നുള്ളത് ഞാൻ മുൻകൂട്ടി ഒരു പരിപാടി കണ്ടിട്ടുണ്ട്. 3 എന്തിനാ ഞാൻ എഴുതണം നോക്കിക്കോ. ഇവിടെ അടിയിലൊരു 3 ഉണ്ട്, മേലൊരു 3 ഉണ്ട്. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 9 അല്ലേ? അപ്പോൾ 3 ഇൻറ്റു 3 തന്നെ എഴുതുക. സോ മേലും താഴെ ഒരു 3 വെട്ടിപ്പോയില്ലേ? ബാക്കി എന്താ ഉള്ളത് പറഞ്ഞാണേ? 1 ഇൻറ്റു 1 നോക്കണ്ട, പൈ ഇൻറ്റു 3 എന്താ വരിക? 3π സെന്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്ത ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ആരം 6, റേഡിയസ് എത്രയാണ്? 6. അതേപോലെ തന്നെ ഇതിന്റെ കേന്ദ്രകോണ് തന്നെ, അഥവാ കേന്ദ്രകോണ് എക്സ് എത്രയാണ്? 120 ആണോ അല്ലേ? സോ ബേസിക് ആയിട്ട് ഇവിടെ റേഡിയസ് 3 ആയപ്പോൾ 3ന്റെ സ്ക്വയർ ആവുന്നതിന്, അപ്പോൾ 6 ആകുമ്പോൾ 6ന്റെ സ്ക്വയർ വരും ആണോ അല്ലേ? സോ അത് ചെയ്തു നോക്കാം, വേണമെങ്കിൽ ചെയ്തു നോക്കാം. ഇത്ര സിമ്പിൾ ആണ്. എന്താ ഇതേപോലെ തന്നെ ചെയ്തു പോയാൽ പോരെ? കണ്ടന്റ് ഭയങ്കര സിമ്പിൾ അല്ലേ? റേഷ്യോ എന്താ? ഇക്വേഷൻ എന്താ? സെക്ടറിന്റെ ഏരിയ x/360, ഏരിയ ഓഫ് ദ സെക്ടർ വൃത്താംശത്തിന്റെ പരപ്പളവ് x/360 ഇൻറ്റു πr സ്ക്വയർ. പെട്ടെന്ന് ചെയ്തു പോവാണേ. x/360 ഇൻറ്റു എക്സ് എത്രയുടെ? എക്സ് സെൻട്രൽ ആംഗിൾ നേരത്തെ തന്നെ 120 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പൈ ഇൻറ്റു
റേഡിയസ് എത്ര 6 അല്ലേ, 6 സ്ക്വയർ ആണോ അല്ലേ? സോ ഇവിടെ ഒരു 0 ഇവിടെ ഒരു 0 വെട്ടിപ്പോകും. ഞാൻ നേരത്തെ ചെയ്തതിന് ഒരു വ്യത്യസ്തമായിട്ടൊരു പരിപാടി കാട്ടിത്തരാം. സിമ്പിളായിട്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഇച്ചിരി ഐഡിയ കിട്ടിയതാണ്. ഇൻറ്റു അല്ലെങ്കിൽ സാധാ പോലെ തന്നെ വെട്ടാം കേട്ടോ. 6 × 6 എന്ന് എഴുതാം, എന്നിട്ട് വെട്ടാം, മേലും താഴിലൊക്കെ വെട്ടാം. 6 സ്ക്വയർ എത്രയാടാ? 36 അല്ലേ? ഇവിടെ മേലും താഴെ ഒരു 36 ഉണ്ടോ? വെട്ടിപ്പോവില്ലേ? ആണോ അല്ലേ? സോ ബാക്കി എന്താ ഉള്ളത്? 12 പൈ ആണോ അല്ലേ? സോ മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും റേഡിയസ് ഇരട്ടിയാവുമ്പോൾ, റേഡിയസ് 3 ഉള്ളത് 6 ആയപ്പോൾ ഏരിയ എന്തായി? 4 ഇരട്ടിയാവും. റേഡിയസ് ഇൻറ്റു 2 3 × 2 6 കിട്ടിയത്. അപ്പോൾ ഏരിയ എന്ത് വരും? 2ൻ്റെ സ്ക്വയർ അഥവാ ഇവിടെ ഉള്ളതിൻ്റെ ഇൻറ്റു 4 അഥവാ 2ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 പൈ എന്ന് കിട്ടും. അപ്പോൾ സദാപോലെ ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ റിലേഷൻ അറിയാം. റേഡിയസിൽ ഇരട്ടിയാണെങ്കിൽ ഏരിയ ഇരട്ടിൻ്റെ ഇരട്ടി വരും. ആണോ അല്ലേ? സോ ദെൻ we are going to the next question. It is more important. എക്സാമിന് പലതവണ കണ്ടിട്ടുള്ളതാണ്. ഇതിലെന്താ ചോദിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് ടി വിയിൽ ക്ലിയർ ആവണില്ല എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് അടയാളപ്പെടുത്തി തരാം. ഇതൊരു റേഡിയസ് ആണ്, ഇതൊരു റേഡിയസ് ആണ്. ഈ റേഡിയസിൻ്റെ നീളം 2 ആണ്. ഇതും ഒരു റേഡിയസ് ആണ്. ഈ റേഡിയസിൻ്റെ നീളം 3 ആണ്. ഇത് 2 സർക്കിളാണ്. രണ്ടിൻ്റെ സെൻറ്റർ സെയിമാ. ഇതിൻ്റെ രണ്ടിൻ്റെ സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രിയാണ്. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. എങ്ങനെയാണ് ആ ഒരു പച്ച ഭാഗത്തിൻ്റെ ഏരിയ കാണാൻ? ഞാനൊരു ഐഡിയ പറഞ്ഞു തരട്ടെ. ഐഡിയ കേട്ടോളൂ. ഞാൻ ടോട്ടൽ ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ മൊത്തമായിട്ട് കാണും. പച്ചന്നെ എടുത്തു അല്ലേ? ഞാൻ ഈ ടോട്ടൽ ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ മൊത്തമായിട്ട് കാണും. എങ്ങനെ കാണുക? വലിയ സർക്കിളിൻ്റെ റേഡിയസ് നമ്മളെ കയ്യിലില്ലേ? അപ്പോൾ വലിയ സർക്കിളിൻ്റെ ഈ ഒരു സെക്ടറിൻ്റെ ഏരിയ കാണും. എന്നിട്ട് എനിക്കിതിൽ എന്താവശ്യമില്ല ചെ ഓക്കെ. ഇത് 2, ഇത് 120. ഞാൻ എന്താ കാട്ടുക വെച്ചാൽ ഈ ഒരു ടോട്ടൽ ഭാഗത്തിൻ്റെ ഏരിയ കാണും. എന്നിട്ട് ഇതിൽ നിന്ന് ഈ കുഞ്ഞ സർക്കിളിൻ്റെ ഈ ഒരു ഭാഗം ആവശ്യമില്ലല്ലോ. അപ്പം ഞാനതെന്താ കാട്ടും? അതുകൊണ്ട് കുറക്കും. ഞാൻ ചെയ്യണ പരിപാടി ഈ ടോട്ടൽ ഭാഗത്തിൻ്റെ ഏരിയ കാണും. ഇതിൽ നിന്ന് ഈ ഒരു ഭാഗം ആവശ്യമില്ല. അപ്പം ഞാൻ ഈ ഭാഗത്തിൻ്റെ ഏരിയ കുറക്കും. അപ്പോൾ രണ്ടിൻ്റെ ഏരിയ കാണണം. വലിയ സെക്ടറിൻ്റെ ഏരിയയും കാണണം, ചെറിയ സെക്ടറിൻ്റെ ഏരിയയും കാണണം. ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ. നോക്കാം എങ്ങനെ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ആദ്യം വലിയ സെക്ടറിൻ്റെ ഏരിയ എങ്ങനെ കാണാം? റേഡിയസ് എത്ര? ഇവിടെ സെൻട്രൽ ആംഗിൾ 2 കൊടുത്തും 120 തന്നെയാണ്. സെൻട്രൽ ആംഗിൾ 2 കൊടുത്തും 120 തന്നെയാണ്. അപ്പോൾ 120 തന്നെ കേട്ടോ. റേഡിയസ് ഇവിടെ ഫസ്റ്റ് ഇത് വലുതിൻ്റെ ആദ്യം കാണുക 3 ആണ്. എന്താ ഏരിയൻ്റെ സെക്ടറിൻ്റെ ഏരിയൻ്റെ ഇക്വേഷൻസ്? ഏരിയ എഫ് സെക്ടർ അല്ലെങ്കിൽ വൃത്താംശത്തിൻ്റെ പരപ്പളവിൻ്റെ ഇക്വേഷൻ x/360 × πr² അല്ലേടാ. സോ എന്താ വരിക? എക്സ് എത്ര? 120 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് എത്ര? 3² ആണോ അല്ലേ? ഇവിടെ 0 0 വെട്ടും. 12 36 വെട്ടി. ഇവിടെ 12 ഒരു 12, 36 3 12 ഡിവൈഡ് ചെയ്ത് നോക്കുക കേട്ടോ. ഗുണനപ്പട്ടിക ബേസിക് ആയിട്ടെങ്കിലും പഠിച്ചു നോക്കുക. പൈ ഇൻറ്റു 3² എന്താ? 3 × 3. ഇവിടുന്ന് ഒരു 3യും ഇവിടുന്ന് ഒരു 3യും വെട്ടിപ്പോവും. മേലും താഴെയുള്ള 3. ബാക്കി എന്താ ഉണ്ടാകുക? 1 × പൈ × 3 3 പൈ ആണോ അല്ലേ? സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഏരിയ ഓഫ് ഫസ്റ്റ് സെക്ടർ. ആദ്യത്തെ സെക്ടറിൻ്റെ ഏരിയ ഇതാണ്. ഇനി ഇങ്ങനെ രണ്ടാമത്തെ സെക്ടറിൻ്റെ കാണുക. ഇതേപോലെ തന്നെ കണ്ടുകൂടെ? രണ്ടാമത്തെ സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ത് തന്നെയാണ്? 120 തന്നെയാണ്. റേഡിയസ് എത്രയാണ്? 2 ആണ്. നിങ്ങൾ സെക്ടറിൻ്റെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ സാധാ പോലെ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 1/3 × പൈ × 2² 4 അഥവാ 4π/3 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക കേട്ടോ. ഇതേ സെയിം ഇക്വേഷൻ വെച്ച് തന്നെ റേഡിയസ് 3 കൊടുത്ത് 2 ആക്കി മാറ്റുക. എന്നിട്ട് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റത്തെ ഈ വലിയൊരു സർക്കിൾ ഉണ്ട്, ചെറിയൊരു സർക്കിൾ ഉണ്ട്. ഇതിൽ നിന്ന് നമ്മൾ വലിയ സെക്ടറിൻ്റെ ഏരിയ കണ്ടു.
അതേപോലെ തന്നെ ചെറുതിൻ്റെ കണ്ടു. നമുക്ക് ആവശ്യമുള്ള ഇതാണ്. അപ്പോൾ വലുതിൻ്റെ നിന്ന് ചെറുതിൻ്റെ കണ്ട് കുറച്ചാൽ മതി. വലുതിൻ്റെ ഏരിയയിൽ നിന്ന് ഈ ചെറുതിൻ്റെ ഏരിയ ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗം കിട്ടും. ഓക്കെ ആണല്ലോ. സോ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ വലുതിൻ്റെ ഏരിയ നമുക്കറിയാം. വലുതിൻ്റെ ഏരിയ എന്താടാ? ഏരിയ ഓഫ് സെക്ടർ 1 ഫസ്റ്റത്തെ സെക്ടറിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു 3π ആണ് അല്ലേ. അതേപോലെ തന്നെ ഏരിയ ഓഫ് സെക്ടർ 2 നമുക്ക് ആവശ്യമില്ലാത്ത കുഞ്ഞ സെക്ടർ അല്ലേ, അതിൻ്റെ ഏരിയ 4π/3 അല്ലേ. ഇതെങ്ങനെ കുറക്കുക? ഇതിൽ നിന്ന് ഷെയ്ഡഡ് ഏരിയ കിട്ടണം. ഷെയ്ഡഡ് ഏരിയ അഥവാ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് എങ്ങനെ കിട്ടുക? എന്താ കിട്ടിയാൽ മതി? ടോട്ടലുള്ള 3πയിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത 4π/3 ഉണ്ട്, കുറക്കുക. എത്ര വരിക? ഇതെങ്ങനെ കുറക്കുക എന്നറിയാലോ അല്ലേ. ഒന്നുകിൽ by1 ഇടുക, ഏതൊരു നമ്പറിന് by1 ഇടുക, എന്നിട്ട് ക്രോസ് ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയില്ല. ആദ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3π × 3 9π, എടീത്ത് ചിഹ്നം മൈനസ്. ഇനി ഇങ്ങോട്ട് 1 × 4π 4π ഡിവൈഡഡ് ബൈ ഇങ്ങനെ നേരെ 1 × 3 3. ഇതിന് ഞാനൊരു ഐഡിയ പറഞ്ഞു കൊടുക്കലുണ്ട്. ഇപ്പം ഇത് 2 വര, ഇതൊരു വര 2 അട്ടി, ഇതൊരു വര വേറൊരു അട്ടി. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വലിച്ചിട്ടുണ്ട് ചെക്കന്മാർ. അതേപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടും. സോ ഇതാണ് 2 ലവ് സ്റ്റോറി. അതേപോലെ തന്നെ 3π × 3 9π മൈനസ് 1 × 4π 4π. പെരക്കാർ കണ്ടു. പെരക്കാർ എന്താ കാണുന്നത്? ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഇവിടെ 2 ബോയ്സ് ആണ്, ഇവിടെ 2 ഗേൾസ് ആണ്. എഴുതിക്കോ. പെരക്കാർ എന്താ മാത്രമേ കാണുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണോ നോക്കണം, അവിടെ നിന്ന് അങ്ങോട്ടാണോ നോക്കണമെന്നൊന്നും കാണില്ല. പെരക്കാർ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, കാരണം പെരക്കാർ അടിയത്തെ നിലയിലേക്കാരം. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ബല പൊടിച്ചാണ് കെട്ടിച്ചു, ബല ഉണ്ടാവുന്ന പാളി. സോ ദെൻ അടിയിൽ വരിക, അടിയത്തെ ആൾക്കാരെ മാത്രം മൾട്ടിപ്ലൈ ആണ്. 1 × 3 3. സോ 9πയിൽ നിന്ന് 4π പോയി കഴിഞ്ഞാൽ ബാക്കി 5π ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഇതാണ് എന്ത്? ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ ഈ കാര്യം ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. വി ആർ ഗോയിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാ. സോ നോക്കിക്കോ, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ കാട്ടുക അറിയോ? ഞാൻ പറയും ഇതിൻ്റെ സൈഡ് 4 ആണ്. അപ്പോൾ എല്ലാ സൈഡും എത്ര തന്നെയാണ്? 4 ആണ്. പിന്നെ ഇതിൻ്റെ സെൻട്രൽ എല്ലാ ആംഗിളും 60 ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സെക്ടർ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ഈ സെക്ടറിൻ്റെ റേഡിയസ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത് ടോട്ടൽ 4 അല്ലേ. ഇവിടെ എന്തായിരിക്കും? 2 ആയിരിക്കും വരിക. ആണോ അല്ലേ? അങ്ങനത്തെ എത്ര സെക്ടർ ഉണ്ട്? 1 2 3 സെക്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി ഈ ഒരു നീലഭാഗത്തിൻ്റെ മാത്രം ഏരിയ കാണാം. ഞാൻ എന്താ കാട്ടുന്ന അറിയോ? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണും. അത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എല്ലാവർക്കും അറിയാം, √3/4 ആണ്. ഇതിൽ നിന്ന് ഒരു സെക്ടറിൻ്റെ ഏരിയ കാണും. അതേപോലെ തന്നെ അല്ലേ കാര്യം ഇവിടെയൊക്കെ സെക്ടർ. അപ്പോൾ ഈ 3 സെക്ടറിൻ്റെ ഏരിയ നമ്മൾ എന്താട്ടും? ഒഴിവാക്കും. അപ്പം നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യം ചെയ്യണത് വലിയ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണുക എന്നുള്ളതാണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ. അത് ട്രയാങ്കിൾ വെറും ട്രയാങ്കിൾ അല്ല. അത് എന്ത് ട്രയാങ്കിളാണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ കണ്ടോളൂ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? അയ്യോ, ഓക്കെ അയ്യോ, അത് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. എന്താ ഏരിയ വരിക? ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എല്ലാവർക്കും അറിയണ പോലെ തന്നെ √3/4 √3/4 ഇൻറ്റു ഇവിടെ സൈഡ് എത്രയടാ? 4 അല്ലേ. സോ 4a². സൈഡാണ് കേട്ടോ. സോ 4a² ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഞാൻ ഇവിടെ തന്നെ എഴുതാണ്. 4a² ഞാൻ 4 × 4 എഴുതിയ കുഴപ്പമില്ലല്ലോ. ഇവിടെ നിന്ന് ഒരു 4 ഇവിടെ നിന്ന് ഒരു 4 വെട്ടിപ്പോയി. ബാക്കി √3/4 4 √3/4 എന്ന് എഴുതാം. പിന്നെ നിങ്ങൾ റൂട്ട് ഇടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ പെടാക്കാനാണ് ഞാൻ 4 മുന്നിൽ എഴുതി. അപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടി. ഇതാണ് ടോട്ടൽ ഏരിയ വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ആവശ്യമില്ല? ഈ മഞ്ഞ ഭാഗം ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഒന്നും ഏരിയ ആവശ്യമില്ല. അപ്പോൾ നമ്മളിതൊക്കെ തട്ടുകയാണ്. ഇതിൻ്റെ ഏരിയ എങ്ങനെ തട്ടുക? അതിന് ആദ്യം നിങ്ങൾ എന്താ തട്ടണം? 1ൻ്റെ ഏരിയ കാണണം, എന്നിട്ട് 3 സെക്ടറിൻ്റെ ഏരിയ കാണാം. അപ്പോൾ ഏരിയ ഓഫ് 1 സെക്ടർ കണ്ടിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത എത്ര സെക്ടർ ഉണ്ട്? ഇവിടെ 3 സെക്ടർ ഉണ്ട്. 1ൻ്റെ കാണാം, എന്നിട്ട് 3 ചെയ്താൽ 3 കൊണ്ട് വിളിച്ചാൽ മതി. ഏരിയ ഓഫ് 1 സെക്ടർ. അതിൽ നിന്ന് ആ മഞ്ഞ ഭാഗം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് തട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഏരിയ കാണണം. 1ൻ്റെ ഏരിയ എന്താ വരിക? പറഞ്ഞാണ്. ഏരിയ ഓഫ് 1 സെക്ടർ എന്താ ഇക്വേഷൻ? x/360 × πr² ആണോ അല്ലേ? സോ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എക്സ് എത്ര? സെൻട്രൽ ആംഗിൾ എത്ര വരിക? 60 അല്ലേ. സോ 60 ഡിവൈഡഡ് ബൈ 360 × π × റേഡിയസ് എത്രടാ? റേഡിയസ് ഞാൻ പറഞ്ഞു ടോട്ടൽ അല്ല.
ടോട്ടലാണ് എന്ത്? ടോട്ടലാണ് 4. അതിൽ നിന്ന് പകുതി അറിയുമ്പോൾ അതിൻ്റെ പകുതി 2, 2ൻ്റെ സ്ക്വയർ കേട്ടോ. സോ എന്ത് വരും? 0 0 വെട്ടി. ഞാൻ പറഞ്ഞത് 6/36 വന്നാൽ തന്നെ അത് 1/6 ആണ്. ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് 2 അല്ലേ, 2ൻ്റെ സ്ക്വയർ 4 ആണോ അല്ലേ? സോ ആൻസർ എന്ത് വരും ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സെക്ടറിൻ്റെ ഏരിയ, ഞാൻ ബാക്കി ഇങ്ങോട്ട് എഴുതുകയാണ്, ഒരു സെക്ടറിൻ്റെ ഏരിയ ഓഫ് 1 സെക്ടർ, ഒന്നിൻ്റെ കണ്ടാൽ പോരാ, ഇവിടുന്ന് വെട്ടിക്കൂടെ? 6ഉം 4ഉം 2ൻ്റെ ഗുണനപ്പട്ടികയിലില്ലേ? 4 എത്ര ഇതാ? 1 ഇൻറ്റു പൈ ആണ്. അതേപോലെ തന്നെ ഇൻറ്റു 4ഉം 6ഉം 2ൻ്റെ ഗുണനപ്പട്ടികയിൽ 4 എത്ര 2 ഉണ്ട്? 2. 6 എത്ര 2 ഉണ്ട്? 3. സോ പൈ ഇൻറ്റു 2π/3 എന്ന് വരും 1ൻ്റെത്. അങ്ങനെയാണെങ്കിൽ 3 സെക്ടറല്ലേ ഇവിടെ? 3 സെക്ടറിൽ. അപ്പോൾ 3 സെക്ടറിന് എന്താ വരിക? ഒന്നിൻ്റെ മാത്രമാണ് 2π/3. അപ്പോൾ 3 കിട്ടണമെങ്കിൽ എന്താ കേട്ടോ? അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മണിക്കൂർ ഞാൻ പണിയെടുക്കുമ്പോൾ 1000 ഉറുപ്പിക ഇട്ട് എഴുതിക്കോ. അങ്ങനെ 3 മണിക്കൂർ പണിയെടുത്താൽ എത്ര ഉറുപ്പിക കിട്ടും? 3 × 1000 3000 ഉറുപ്പിക കിട്ടൂലടാ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ 2π/3 ഇൻറ്റു 3 ഉണ്ട്, അതുകൊണ്ട് 3 കൊണ്ട് ഗുണിക്കുക. വെട്ടിപ്പോയി അയവ. സോ 2π എന്ന് കിട്ടി. സെൻറ്റിമീറ്റർ സ്ക്വയർ. സെൻറ്റിമീറ്റർ വടിയും സെൻറ്റിമീറ്റർ സ്ക്വയർ, വടിയും സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ വി ആർ ഗോയിങ് ടു ബാക്കി ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇക്വലാറ്ററൽ എന്താ? ഞാൻ ഇങ്ങനെയാണ് വരച്ചത്. ഇതിൽ 3 സെക്ടറുകളുണ്ട്. ഈ 3 സെക്ടർ വെച്ച് ആവശ്യമില്ല. ഈ ഒരു ഗ്യാപ്പാണ് ആവശ്യം. ഈ ഒരു ഗ്യാപ്പില്ലേ, ഈ ഒരു ഗ്യാപ്പിൻ്റെ ഏരിയയാണ് ആവശ്യം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് ടോട്ടൽ ഏരിയ. അപ്പോൾ ഞാൻ ഷെയ്ഡഡ് ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ഈ 3 സെക്ടറിൻ്റെ ഏരിയ തട്ടുകയാണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ് മക്കളെ? നോക്ക്, 4/4√3 അല്ലേ? സോ 4√3 ആണ് ടോട്ടൽ ഇവിടെ ആകെയുള്ള ഏരിയ. അതിൽ നിന്ന് ഞാൻ എത്ര തട്ടണ്? ആവശ്യമില്ല. 3 സെക്ടറിൻ്റെ ഏരിയയിൽ 2π ആവശ്യമില്ല. ഒരു സെക്ടറിൻ്റെത് 2π/3. അപ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 3 വെട്ടിപ്പോയി 2π. അതാണ് ഈ 3 സെക്ടറിൻ്റെ ഏരിയ. അത് ആവശ്യമില്ല. അപ്പോൾ അത് ഞാൻ തട്ടി ഒഴിവാക്കി. സോ ദിസ് ഇസ് ആൻസർ. കഴിഞ്ഞു. സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ വി ആർ ഗോയിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ പലതവണ കണ്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം ഞാനൊന്ന് വരക്കട്ടെ. സോ ഇതിലും ആണെങ്കിൽ ഞാൻ ആവശ്യമുള്ള മാത്രം ഒന്ന് മാർക്ക് ചെയ്യാം. ഞാൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു വരയും കൂടി ഇവിടെ വരക്കുകയാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. സോ ഇതിപ്പോൾ നമുക്ക് ഏരിയ കാണേണ്ടതാണ്. ഒരു എല്ലാം ഏരിയ അല്ലേ? ഈ പോളിയും കാണണം, ഈ പോളിയും കാണണം. നമുക്ക് ഒരു പോളി കാണാം. ഒരു പോളിൻ്റെ 10 ആണെങ്കിൽ മറ്റേ പോളിയും 10, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പോളിൻ്റെ കാണാം, എന്നിട്ട് ബാക്കി ചെയ്യാം അല്ലേ? സുധൻ, നമ്മളിത് ഇന്ന് ഞാൻ ആവശ്യമുള്ള ഈ ഒരു ഭാഗം മാത്രം എടുക്കുകയാണ്. 1ൻ്റെ മാത്രം കാണാം, എന്നിട്ട് ബാക്കി ചെയ്യാം. അതല്ലേ നല്ലേ? അപ്പം ഞാൻ ചെയ്യാൻ പോണത് ഇതിന്ന് ആവശ്യമുള്ള മാത്രം ഞാൻ വരക്കുകയാണ്. എടാ, അതൊരു സർക്കിളിൻ്റെതല്ലേ? എന്താണിത്? ഒരു സെക്ടറാണ്. ആ സെക്ടറിൻ്റെ ആർക്കാണിത്. ആർക്കിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിച്ചണം. ഇവിടെ സെൻട്രൽ ആംഗിൾ എത്രയാടാ മക്കളെ? സെൻട്രൽ ആംഗിൾ എത്ര? 90 ഡിഗ്രി അല്ലേടാ? ആണോ അല്ലേ? സോ നമ്മൾ ചെയ്യാൻ പോണോ? നമ്മൾ ഈ ഒരു ആർക്കിൻ്റെ ലെങ്ത്താണ് കാണാൻ പോണത്. ആർക്കിൻ്റെ ലെങ്ത് അല്ല, സോറി, ഈ ഒരു ഭാഗമാണ് കാണാൻ പോണത്. ഇതിൻ്റെ ഏരിയ അതെങ്ങനെ കാണാം? ഞാൻ പറഞ്ഞുതരട്ടെ ഒരു ട്രിക്ക്. ഈ സെക്ടറിൻ്റെ ഏരിയ കാണാം. ഈ സെക്ടറിൻ്റെ ടോട്ടൽ ഏരിയ കാണാൻ പണിയുണ്ടോ? സെക്ടറിൽ ഒരു സർക്കിളിൻ്റെ ഒരു ഭാഗമല്ലേ മക്കളിത്. സോ സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ 90 ഡിഗ്രി. റേഡിയസ് ഒക്കെ ക്വസ്റ്റ്യനിലുണ്ട്. 4 ആണ്. ഇതൊക്കെ നമുക്കുണ്ട്. അത് കാണുക. എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്തത് എന്താ? ഇതിൽ നിന്ന് ആവശ്യമില്ലാത്തത് എന്താ? അത് മാത്രം ഒഴിവാക്കുക. ഇതിൽ നിന്ന് ആവശ്യമില്ലാത്തത് മാത്രം നമ്മൾ എന്താട്ടും ഒഴിവാക്കും. അതേ പരിപാടി തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് നമ്മൾ ആവശ്യമില്ലാത്തതിനെ തട്ടുകയാണ്. സോ ടോട്ടൽ സെക്ടറിൻ്റെ ഏരിയ കാണും. എന്നിട്ട് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് നമുക്ക് ആവശ്യമില്ലാത്തത്. അത് നമ്മളാണ്ട് തട്ടും. ചെയ്യണ കണ്ടോളി, ഭയങ്കര സിമ്പിളാണ്. ഈ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയയാണ് നമുക്ക് കിട്ടേണ്ടത്. നോക്കി, ആദ്യം ഈ സെക്ടറിൻ്റെ ഏരിയ കാണാം. ഏരിയ ഓഫ് സെക്ടർ നമുക്ക് ഇവിടെ ചെയ്യാം. ഏരിയ ഓഫ് സെക്ടർ. സെക്ടറിൻ്റെ ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സെൻട്രൽ ആംഗിൾ വേണം. സെൻട്രൽ ആംഗിൾ എത്രയാടാ? 90 ഡിഗ്രി അല്ലേ? കാരണം എന്താ? അതൊരു സ്ക്വയറാ. സ്ക്വയറിൻ്റെ ആംഗിൾ 90 ആണ് കേട്ടോ. സോ റേഡിയസോ? ആ സ്ക്വയറിൻ്റെ തന്നെ സൈഡല്ലേ? 4 അല്ലേ? ക്വസ്റ്റ്യനിലല്ലേ? 4 അല്ലേ? സോ 4. എന്താണ് ഇക്വേഷൻ? x ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു πr². സോ സെൻട്രൽ ആംഗിൾ എത്ര? 90.
ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് എത്രയുടെ 4 സ്ക്വയർ ആണോ അല്ലേ? 0 വെട്ടിപ്പോയി. 9 36 9ൻ്റെ ഗുണനപ്പട്ടികയിലുണ്ട്. 9ൽ ഒരു 9 36ൽ എത്ര 9 ഉണ്ട്? 4 9 ഉണ്ട് കേട്ടോ. അപ്പോൾ വെട്ടിക്കളയാ. സോ 1/4 ഇൻറ്റു ഞാനൊരു വെറൈറ്റിക്ക് പൈ ഇൻറ്റു 4 സ്ക്വയറിനെ 4 × 4 എന്ന് എഴുതട്ടെ. വാ വെട്ടിയില്ലേ 4 വെട്ടിയില്ലേ. ബാക്കി എന്തല്ലോ ഇവിടെ ഒരു പൈ ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. സോ 4π എന്ന് കിട്ടും ആണോ അല്ലേ? ഇപ്പം ഇവിടെ സെക്ടറിൻ്റെ ഏരിയ കിട്ടി. സെക്ടറിൻ്റെ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അടുത്തത് ചെയ്യേണ്ടത് ആവശ്യമില്ല. അത് ടോട്ടൽ സെക്ടറിൻ്റെ ഏരിയ മൊത്തം കിട്ടി. ഇതിൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആവശ്യമില്ല. ട്രയാങ്കിളിൻ്റെ ഈ ഒരു സൈഡ് 4 ഈ ഒരു സൈഡ് 4 ആണോ അല്ലേ? സോ ട്രയാങ്കിളിൻ്റെ ഏരിയ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ ഒഴിവാക്കാൻ പോവാണ്. ഇനി ആദ്യം ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണം. സോ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ ഭയങ്കര സിമ്പിളാണ്. ആ ട്രയാങ്കിൾ ഇങ്ങനെയായിരുന്നു അല്ലേ? ഇങ്ങനെ വരച്ച സമയത്ത് ഈ ഒരു ട്രയാങ്കിൾ ആയിരുന്നു. അതിൻ്റെ സൈഡൊക്കെ 4 ആയിരുന്നു. എങ്ങനെയാണ് കാണുക? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് BH അല്ലേ ട്രയാങ്കിളിൻ്റെ ഏരിയ? ഹാഫ് ഇൻറ്റു ബേസ് അടിയത്തെ സൈഡാണ് 4 ഇൻറ്റു ഇവിടുത്തെ റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഹൈറ്റ് 4 തന്നെയാണ്. സോ 1 × 4 × 4 16. അതിൽ നിന്ന് ബൈ 2 16ൻ്റെ പകുതി 8 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? ട്രയാങ്കിളിൻ്റെ ഏരിയ. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ വെച്ച ചിത്രത്തിൽ ആവശ്യമില്ലല്ലോ. ഇപ്പം സെക്ടറിൻ്റെ ഏരിയ മൊത്തമായിട്ട് കിട്ടി. അതാണ് നേരത്തെ നമ്മൾ ചെയ്ത 4π. അതിൽ നിന്ന് നമുക്ക് 8 ആവശ്യമില്ല. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയിൽ 8 ആവശ്യമില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക? സോ ഹാഫ് ഷെയ്ഡഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ എടുത്ത ഭാഗത്തിൽ നിന്ന് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ മാത്രം കാണുകയാണ്. ഈ ചിത്രം മാത്രം വരച്ചിട്ട് ഞാൻ ഇതിൽ നിന്ന് ഷെയ്ഡഡ് ഏരിയ എന്താ വരിക? നമ്മൾ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഹാഫ് ഷെയ്ഡഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഹാഫ് ഷെയ്ഡഡ് ഏരിയ എന്താ വരിക? പറഞ്ഞോളി. ടോട്ടൽ നമുക്ക് കിട്ടിയ ആ ഒരു സെക്ടറിൻ്റെ ഏരിയ 4π ആണ്. അതിൽ നിന്ന് നമുക്ക് എന്താ ആവശ്യമില്ല? ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിട്ടുള്ള 8 ആവശ്യമില്ല. ഇതാണ് ഹാഫ് ഷെയ്ഡഡ്. പക്ഷേ നമുക്കിവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ചിത്രത്തിൽ ഇത് മാത്രമാണോ, ഈ പൊളി മാത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്? ഈ പൊളി മാത്രമാണോ കണ്ട്? ഇതേപോലെ ഇവിടെയില്ലേ? ഇപ്പം ഇവിടെ എന്താണോ അതന്നെ ഇവിടെയും വരും. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി അതിൻ്റെ ഡബിൾ വരും. സോ നമ്മൾ കണ്ടുപിടിച്ചതിൻ്റെ ഡബിൾ എടുക്കേണ്ടി വരും. സോ ഷെയ്ഡഡ് ഏരിയ, ടോട്ടൽ ഷെയ്ഡഡ് ഏരിയ എന്താ വരിക? ടോട്ടൽ ഷെയ്ഡഡ് ഏരിയ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ വരും. കാരണം അത് എത്ര ഭാഗമുണ്ട്? നമ്മൾ ഇത് മാത്രമാണ് കണ്ടത്. നമ്മൾ നാളത്തെ ചിത്രം ഫുൾ ഇങ്ങനെയാണ്. ഇവിടെ ഉണ്ട് ഇതേപോലത്തെ ഒരു ഭാഗം. സോ 2 × 4π - 8. ഇതെങ്ങനെ ചെയ്യുക? 2 × 4π 8π - 2 × 8 16. സോ 8π - 16 എന്നുള്ളതാണ് വരിക. മറക്കണ്ട. പൈയിൽ 8π - 16 സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇത്രയാണ് ഈ ചാപ്റ്ററിൻ്റെ ടോട്ടൽ കൺസെപ്റ്റ് വരുന്നത്, കണ്ടന്റ് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കുറേയധികം സ്പീഡിൽ പോയിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾ എന്താ പോസ് ചെയ്ത് നോട്ട് ചെയ്ത് പോവാം. ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാകും. അതിൽ കയറാം വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ. സോ താങ്ക് യു.